ചരിത്രകാല ഇതിഹാസങ്ങളും കേരള മഹാത്മ്യത്തിന് പൊൻപ്രതിയുടെ വജ്രകിരണങ്ങൾ ചാർത്തുന്നുണ്ട്. കേരവൃക്ഷങ്ങളുടെ അരുമയായ കേരളമെന്ന് കാലത്തിന്റെ അടലുകൾക്കുള്ളിൽ ചിതലരിക്കപ്പെട്ട ഒരുപാട് കഥാംശങ്ങളുടെ നനവ് ഇന്നും സൂക്ഷ്മമായി കാത്തുസൂക്ഷിക്കുന്നു. ഉറവ പറ്റാത്ത അഗ്നിസാഗരങ്ങളിലെ തീജ്വാലകൾ പോലെ മലയാള ദേശത്തിന്റെ ചരിത്രകാല ഓർമ്മകളും സാംസ്കാരിക വൈവിധ്യങ്ങളും കനലുപോൽ കത്തിയെരിയുമ്പോൾ പഴമയുടെ നല്ല കാലങ്ങളിൽ നിന്നും പകർന്നു കിട്ടിയ തിരിച്ചറിവുകൾ പുതുയുഗ കേരളത്തിലെ മനുഷ്യ സമൂഹം പുറന്തള്ളി കഴിഞ്ഞിരിക്കുന്നു. അതെ, കാലം മാറി, ഒപ്പം കേരള സംസ്കാരം. പുതുതലമുറയിലെ കാലാന്തരങ്ങളുടെ നെറികെട്ട ജീവിത വാഴ്ചയുടെ മുഖചിത്രമാണ് നമുക്ക് മുന്നിൽ നേർക്കാഴ്ചയാകുന്നത്. സ്വാർത്ഥ താൽപര്യങ്ങളുടെ കോട്ടകൾ കെട്ടിപ്പൊക്കി പണാധിപത്യത്തിന്റെ കവചം തീർക്കുവാൻ ദൈവസൃഷ്ടിയായ കേരള മണ്ണിനെ മനുഷ്യകുലം ഉന്മൂലനത്തിന്റെ അന്ത്യാവസാനങ്ങളിലേക്ക് പുറംകാലുകൊണ്ട് ചവിട്ടിത്താഴ്ത്തി. അനന്തമായ പ്രപഞ്ച സൃഷ്ടിയിൽ താങ്ങായിരുന്ന പലതും മനുഷ്യാത്മാക്കൾ വിട്ടുവീഴ്ത്തി. ജീവാംശങ്ങളുടെ ഉൾത്തുടിപ്പുകൾ നാമ്പെടുത്തത് പ്രകൃതിയുടെ പ്രതിഭാസമാണെന്ന് പോലും സ്വബോധത്താൽ ചിന്തിക്കാതെ മനുഷ്യനാശത്തിന്റെ വഴിത്താരകൾ അവർ തന്നെ തെളിച്ചു. മഴമേഘങ്ങളുടെ നിഴൽ പതിഞ്ഞ മലമടക്കുകളെ മനുഷ്യൻ തന്റെ കാൽ കീഴിലാക്കി. കളകളാരവം സംഗീതാത്മകം പോലെ ഒഴുകി വന്ന ജലസ്രോതസ്സുകളുടെ തിരയും തീരവും തീരെഴുതിയെടുത്ത് കാടിന് തീരാ നോവുകൾ സമ്മാനിച്ചു. സ്വകാര്യ ലാഭങ്ങൾക്കും നിയമവിധേയ പ്രവർത്തനങ്ങൾക്കും മനുഷ്യൻ കാട് കയറുമ്പോൾ അവിടെ നഷ്ടമാകുന്നത് കാടിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വന്യമൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ്. കള്ളപ്പട്ടയങ്ങളുടെ കടലാസ് കഷണം കൊണ്ട് കുടിയേറിപ്പാർത്ത മനുഷ്യൻ കാട്ടുമൃഗങ്ങളെ വേട്ടയാടി. ഇന്ന് വിജനമായ കാട്ടിൽ ഏകാന്തതയുടെ തുറിച്ചുനോട്ടങ്ങളില്ല. മരച്ചില്ലകളുടെ വിടവുകളെ ബന്ധിപ്പിക്കാൻ അരിച്ചിറങ്ങുന്ന സ്വർണ്ണരശ്മികളുമില്ല. എല്ലാം നഷ്ടമായതിന്റെ ചുവർച്ചിത്രം മാത്രം ബാക്കി. എന്നാൽ ജനിച്ച മണ്ണിനായി കാവലായി നിന്ന് കാടിന്റെ സത്യത്തെ കളങ്കപ്പെടുത്തുവാൻ മലകേറിയവരെ തുരത്താൻ ഒരുവൻ പിറവി കൊണ്ടു. കരിയുത്ത മെയ്യഴകിന്റെ ഉഗ്രരൂപവുമായി അഴകൊരുക്കിയ കൂർത്ത കൊമ്പുകളുള്ള ഗജകേസരി അരിക്കൊമ്പൻ. ചുവട് വച്ച് കാടറിഞ്ഞു നടന്ന കാലം തന്നെ ജന്മം നൽകിയ അമ്മ നഷ്ടമായ കുട്ടിക്കൊമ്പൻ. വർഷങ്ങൾക്കിപ്പുറം ചിന്നക്കനാലിന്റെ ആനത്താരകളിൽ ഉശിരേറിയ അഴകൊത്ത കൊമ്പനായി. അമ്മ വഴികാട്ടിയ മണ്ണിൽ അവൻ നടന്നു നീങ്ങി കരുത്തനായ കാടിന്റെ സംരക്ഷകനായി മാറി. എന്നാൽ മനുഷ്യന്റെ സ്വാർത്ഥബുദ്ധിയ നിയമസന്നാഹങ്ങളുടെ കൂട്ടിൽ അവനെ തളച്ചു. ജനിച്ച മണ്ണിനും അമ്മ ആന്തിയുറങ്ങുന്ന കാടിന്റെ നിലനിൽപ്പിനുമായി പൊരുതി തോറ്റവന്റെ വീരചരിത്രം. മിണ്ടാപ്രാണികൾക്ക് മാതൃത്വത്തിനോടുള്ള കരുണയും കരുതലും നേരിൽ കണ്ടറിയുമ്പോൾ യൗവനകാലത്ത് സ്വയം ജീവിതം മറന്ന മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ച് വാർദ്ധക്യകാലത്തിൽ ആർക്കും വേണ്ടാത്ത തുന്നിച്ചേർത്ത കളിപ്പാവകളായി വൃദ്ധസദനങ്ങളിൽ തള്ളപ്പെടുന്ന കേരള മണ്ണിലെ മാതാപിതാക്കളെ ഓർത്ത് സമൂഹം പോലും വിലപിക്കുന്നു. നീറുന്ന വേദനകളും വാത്സല്യങ്ങളുടെ ഓർമ്മകളും കടിച്ചമർത്തി 4 ചുവരുകൾക്കുള്ളിൽ ഇന്നും കൽപ്രതിഭകളെ പോലെ മനസ്സുരുകി കഴിയുന്നു. ഒന്നു മാത്രം ഓർക്കുക, അവനവൻ ചെയ്യുന്ന കർമ്മഫലം അവനവൻ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നത് യാഥാർത്ഥ്യമായ സത്യം. ഒരു നാൾ നിന്റെ യൗവനത്തെയും വാർദ്ധക്യം കൈപ്പിടിയിലാക്കുന്ന കാലം വിദൂരമല്ല. കലികാല യുഗത്തിൽ വസിക്കുന്ന മനുഷ്യരാശിയുടെ പുതുമകളുടെ ഉൾചിന്തകളാണ് നാം ഇന്ന് കാണുന്ന കേരളം. പച്ചപ്പരമദാനിയുടെ പട്ടൊടുത്തു നിന്ന വയലേലുകൾ ഹൈടെക് സിറ്റികളുടെ വളർച്ചയ്ക്കായി മണ്ണിട്ട് നികത്തപ്പെട്ടിരിക്കുന്നു. വേലിക്ക
വീട്ടിൽ നിന്ന് സുറ പറഞ്ഞിരുന്ന അയൽപ്പക്കങ്ങൾ ഇന്ന് മതിൽക്കെട്ടുകൾക്കുള്ളിലെ ബന്ധനങ്ങളിൽ വീർപ്പുമുട്ടുന്നു. അയൽപ്പക്ക സൗഹൃദമെന്ന സംസ്കാരം പാടെ നിലച്ചു. സമയത്തെ തള്ളി നീക്കുവാൻ ആധുനിക സംവിധാനങ്ങളുള്ള മീഡിയകൾ നിലവിൽ വന്നതോടെ ദാമ്പത്യ ജീവിതങ്ങളിലെ സ്വകാര്യതകൾ പോലും ലൈക്കിനും ഷെയറിനും കമന്റിനുമായി തൂക്കിവിറ്റു. മനുഷ്യ സമൂഹം, ധനാധികവും ആധുനിക ജീവിത സൗകര്യങ്ങളും മനുഷ്യനെ ഉന്മാദത്തിന്റെ ലഹരിയിലാക്കി. മനുഷ്യരാശിയുടെ നാശത്തിന്റെ വിത്തുകൾ അവൻ തന്നെ പാകി. ബാല്യ കൗമാരങ്ങളെ പിടിയിൽ വീഴ്ത്തി കേരളത്തിന്റെ പല ദിക്കുകളിലും കച്ചവട ഹബ്ബുകളാക്കി മാറ്റിയിരിക്കുന്നു ലഹരി മാഫിയകൾ. MDMA പോലുള്ള ആധുനിക സിന്തറ്റിക് മയക്കുമരുന്നുകളുടെ വിപണന കേന്ദ്രമാണ് ഇന്ന് കേരളം. രക്തബന്ധങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാതെ മനുഷ്യ മനസ്സിനെ ഭ്രാന്താവസ്ഥയിലാക്കി അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കും പ്രേരണ നൽകുന്ന സൃഷ്ടാക്കളായി മാറിയിരിക്കുന്നു ലഹരി. ശക്തമായ നിയമ സംവിധാനങ്ങളെ പോലും നോക്കുകുത്തികളാക്കി മനുഷ്യനെ തന്നെ കൊന്നു കഴിയുക. മനുഷ്യായുസിന് പുതുജീവൻ നൽകുന്ന ആശുപത്രികളിലെ ഡോക്ടർമാരെ പോലും ലഹരിയുടെ ആസക്തിയിൽ കുത്തിവീഴ്ത്തുന്നു. ഒരു അപ്പന്റെയും അമ്മയുടെയും സ്വപ്നത്തിന് വിലങ്ങിട്ട മനുഷ്യമൃഗം ഡോക്ടർ വന്ദന എന്ന പെൺകുട്ടിയെ നിഷ്ഠൂരം കൊന്നു തള്ളിയത് തന്നെ അതിനുദാഹരണം. മനുഷ്യന്റെ അനീതികൾ പെരുമ്പറ മുഴക്കുന്ന കാലത്തിന്റെ നെറുകെട്ട കാഴ്ചകൾക്കാണ് നാം ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത്. കേരള ജീവിതത്തിന്റെ നന്മ നഷ്ടപ്പെട്ട് തിന്മയുടെ ആവാസ കേന്ദ്രമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നാം ഇപ്പോൾ കാണുന്ന നേർക്കാഴ്ചകളെയല്ല കേരളം എന്ന സത്യം. പാരമ്പര്യത്തിന്റെ പ്രൗഢിയും പഴമയുടെ കുളിർമയും സമ്മാനിച്ച ദൈവത്തിന്റെ കരതല സൃഷ്ടിയാൽ സമ്പന്നമായ ഒരു കൊച്ചു കേരളം നമുക്കുണ്ടായിരുന്നു. ആചാരവും അനുഷ്ഠാനവും നന്മയും സ്നേഹവും സമന്വയിച്ച ദൈവ സൃഷ്ടി. പുതുയുഗ മനുഷ്യകുലങ്ങൾ പഴമയുടെ അരുളപ്പാടുകളെ അന്ധകാരത്തിന്റെ ശൂന്യതയിലേക്ക് തള്ളിക്കളഞ്ഞു. എന്നാൽ ദേശമൊന്നാകെ നിലച്ചുപോയ സുന്ദരമായ കാവ്യരീതി വീണ്ടും പുനർജീവിക്കണം. മുടിയാട്ടക്കാമുകളിൽ ചെമ്പട്ട് ചുറ്റിയാടിയ അമ്മ ദൈവങ്ങൾ തിരുമൊഴി ചൊല്ലി തിന്മയുടെ പഴുതുകൾ അടച്ചുകൊണ്ട് നന്മയുടെ പ്രകാശം ചൊല്ലിയണം. ഇരുൾ വീഴും മുന്നേ നിഴലിനെ കൂട്ടുപിടിച്ച് കരിയിലയിളക്കി പന്ത വെളിച്ചത്തിൽ കാൽത്തളക്കിരിക്കത്തോടെ ഉറഞ്ഞാടി വന്ന കോലധാരികളുടെ പെരുങ്കളിയാട്ടം ദേശമൊന്നാകെ നടന വൈഭവമാകണം. മൺമറഞ്ഞു പോയ പാട്ടും പരുന്തക്കെട്ടും വീണ്ടെടുക്കുവാൻ വാഴ്വും കലയും വേറിട്ട് കരുതാത്തവരുടെ വായ്മൊഴികളിൽ നിന്നും പകർന്നും ചോർന്നും കിട്ടിയ പഴമൊഴി ചിന്തകളുടെ വായ്ത്താരികൾ പുതുമയുടെ കാലത്തിൽ നാം വീണ്ടും പാടണം. കളിയാട്ടക്കാവുകളിലെ അഗ്നി ദീപങ്ങളെ സാക്ഷിയാക്കി കോമരങ്ങളുടെ ചുവടുകൾക്ക് താളം പിടിക്കണം. അഗ്നിയാൽ ജ്വലനമായ നേത്രമായി ആടയാഭരണങ്ങളുടെ പൊൻകിരണത്താൽ ആടിയുറയുന്ന ദേവസങ്കല്പങ്ങൾക്ക് നർത്തനമാടാൻ നിലയ്ക്കാത്ത താളത്തിന് പിഴയ്ക്കാതെ ചുവടുകൾ വെച്ച് രംഗഭേരിയിൽ ദൃശ്യശ്രവ്യ കാഴ്ചകളുടെ പുതുഭാവനയുണർത്തുവാൻ ഇതാ തിരുവനന്തപുരം നാട്ടറിവ് പഴമയുടെ പാട്ടിനെ തുടികൊട്ടിപ്പാടുന്നു. മാട്ടുത്തനിമയുടെ നാടൻ പാട്ടുത്സവം തുടിയാട്ടം.